നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഈ ആഴ്ച 1201 കുംഭമാസം 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള, അതായത് 2026 ഫെബ്രുവരി മാസം 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. നാം ചർച്ച ചെയ്യുന്ന ഈ വാരത്തിൽ ഗ്രഹസ്ഥിതി എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മേടൻ രാശിയിൽ ചന്ദ്രനാണ്. അശ്വതി നക്ഷത്രമാകുന്നു നാം ചർച്ച ചെയ്യുന്ന ദിനം. മേടൻ രാശിയിൽ ചന്ദ്രനാകുന്നു, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങൻ രാശിയിൽ കേതു, 10-ാം ഭാവത്തിൽ മകരത്തിൽ ഉച്ചസ്ഥനായ ചൊവ്വ, 11-ാം ഭാവത്തിൽ സൂര്യൻ, ശുക്രൻ, ബുധൻ, രാഹു, 12-ാം ഭാവത്തിൽ ശനി. ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ, മേടം മുതൽ മീനൻ വരെയുള്ള 12 രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ ശ്രദ്ധിക്കുക. ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ കന്നിരാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 5-ാം ഭാവത്തിൽ ചൊവ്വയാണ്. അപ്രകാരം തന്നെ 6-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, 7-ാം ഭാവത്തിൽ ശനി, അഷ്ടമത്തിൽ ചന്ദ്രൻ, 10-ാം ഭാവത്തിൽ വ്യാഴം, 12-ൽ കേതു. ഇവിടെ കന്നിരാശിക്കാർക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ശാരീരികമായ ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ ചന്ദ്രൻ 8-ൽ നിൽക്കുന്നു. സഭാവിദ്യതേ ഭൈഷതി തസ്യ ഗേഹേ പജൽ കർക്കികിത് ക്വാധം ഉദ്ഗോദകാനി മഹാവ്യാധയോ ബാധയോ വാരിഭൂതാഹ ശശി ക്ലേശകൃത് സങ്കടാനി അഷ്ടമേസ്ത. 8-ൽ നിൽക്കുന്ന ചന്ദ്രൻ സങ്കടങ്ങളെ ഉണ്ടാക്കുന്നു, ക്ലേശങ്ങളെ ഉണ്ടാക്കുന്നു, വീട് മെഡിക്കൽ ഷാപ്പാകുന്നു. അതിനാൽ തന്നെ ആരോഗ്യവിഷയം വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ 5-ൽ ചൊവ്വയും 7-ൽ ശനിയുമൊക്കെയാണ് രാശിയിൽ നടക്കുന്നത്. വളരെയധികം ഉദരസംബന്ധമായ രോഗങ്ങളെ ശ്രദ്ധിക്കണം. അഷ്ടമാധിപനായ ചൊവ്വയാണ് 5-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഉദരസംബന്ധമായ രോഗങ്ങൾ ശ്രദ്ധിക്കണം. അൾസർ വന്ന് വയർ ബുദ്ധിമുട്ടും. അപ്രകാരം അതിൻ്റെ മരുന്ന് കഴിക്കേണ്ട സമയമാണ്. പല്ല് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വളരെ ശ്രദ്ധിക്കണം. യൂറോളജിയുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ എല്ലാ ഗ്രഹങ്ങളും പിഴച്ചു നിൽക്കുകയാണ്. 9-ാം ഭാവാധിപനായ ശുക്രൻ നിൽക്കുന്നത് വളരെ ദുർബലമായി 6-ാം ഭാവത്തിലാണ്. അവിടെ ബുധന് മാറി നിൽക്കുന്നു, ആദിത്യന് മാറി നിൽക്കുന്നു. പലപ്പോഴും കർമ്മതടസ്സം വളരെ ഉണ്ടാകും. പിതാവ് ശത്രുവാകുന്ന സമയമാണെന്നറിയുക. മാതാവല്ല. മാതാവിന് രോഗാദി അരിഷ്ടതകൾ വരും, പക്ഷേ പിതാവ് ശത്രുവായിട്ട് വരും. പലപ്പോഴും അച്ഛനും മകനും തമ്മിൽ ഒക്കാത്തൊരവസ്ഥ വരും. പൂർണ്ണമായ സ്വത്തിൻ്റെ വിഷയത്തിൽ മരുമക്കളുമായും അച്ഛനും അല്ലെ അച്ഛൻ്റെ സഹോദരങ്ങളുമായി വലിയ തർക്കം വരും. താൻ മഹാവാശിക്കാരനാകും. അപ്പം വളരെ ശ്രദ്ധിക്കണം, കയ്യാങ്കളിൽ എത്താതെ നോക്കുക. സ്വതേ കന്നിരാശിക്കാർ പരാക്രമം കൊണ്ട് നേടുന്നവരല്ല, സൂക്ഷ്മബുദ്ധിയാണ്. അവർ ബൗദ്ധികമായ തലത്തിലാണ്, അവർ കായികമായി നേരിടേണ്ടുന്നവരല്ല. അവർ എന്ത് ചെയ്യണം? കൗശലതയോടുകൂടി കാര്യങ്ങൾ നേടണം. അതിന് അങ്ങേയറ്റം ബുദ്ധി പ്രദാനം ചെയ്യും 5-ലെ ചൊവ്വ, അഷ്ടമത്തിലെ ചന്ദ്രനും. ഒരാളെ വിറ്റ് വരാൻ പറ്റും. തദാനിയും അനൽപാമതി കിൽബിഷേബി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അങ്ങേയറ്റം പാപരതി, പാപവാസനുണ്ടാവും. ഒരാളെ എങ്ങനെ നശിപ്പിക്കാം, അതിന് ഏറ്റവും മിടുക്കാണ് 5-ൽ നിൽക്കുന്ന ചൊവ്വ. അത് അഷ്ടമത്തിലെ ചന്ദ്രനാണെങ്കിലോ അതിന് വേണ്ട ബുദ്ധിയും തരും. വളരെ ശ്രദ്ധിക്കണം. പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടും. അതിൻ്റെ പേരിൽ വലിയ തർക്കങ്ങളുണ്ടാകും. ദേവിയത് ഈ ഒരു വാരം ഭൂമിപരമായ വിഷയങ്ങൾക്കും തടസ്സങ്ങൾക്കൊന്നും പോകരുത്. ശുക്രൻ ഉച്ചസ്ഥനായിട്ട് മീനത്തിൽ വരട്ടെ. ആ സമയത്ത് ആവശ്യത്തിന് ധനമുണ്ടാകും. താൻ കാശ് കൊടുത്ത വ്യക്തിയൊക്കെ തന്നെ ശത്രുക്കളായിട്ട് മാറും. ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ വാരമല്ല. പ്രത്യേകിച്ച് ഭൂമി, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ്, ഫിനാൻസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വലിയ വലിയ നഷ്ടങ്ങൾ വരും. ബാങ്കിങ് സെക്ടർ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ തടസ്സം വരും. ശത്രുക്കൾ കർമ്മമേഖലയിൽ ധാരാളം വരും. ഇവിടെ നരസിംഹക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്ത് ശത്രുദോഷത്തെ അകറ്റേ മതിയാവുകയുള്ളൂ. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തിയെ നമഃ എന്ന പ്രാർത്ഥന ചെല്ലുക. 10-ൽ വ്യാഴമുള്ളതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഈ വാരം വളരെ മോശമാണ്. യാത്രക്ക് വളരെയധികം തടസ്സം വരും. യാത്ര പോയി തിരിച്ചു വരേണ്ടി വരും. ഫ്ലൈറ്റ് ക്യാൻസലാക്കേണ്ടി വരും. നിശ്ചിത സമയത്ത് തന്നെ എയർപോർട്ടിൽ എത്തണം. ഈ വക കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് നീക്കണം. ആരെ? കന്നിരാശിക്കാർ. പരിഹാരങ്ങളൊക്കെ ചെയ്യുക. ബാക്കിയൊക്കെ ദൈവാധീനത്തിന് അനുകൂലമായി വരട്ടെ. നന്ദി, നമസ്തേ.